പാഠം 805. ഒരു ഒളിപ്പോരിന്റെ കഥ. ഹലോ, അതെ സത്യഭമ്മയാണ്. ആ മാലതി ചേച്ചി, എന്തൊക്കെയുണ്ട്? അയ്യോ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പിന്നെ കരുതി വൈകിട്ടാവട്ടെ എന്ന്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി? അതെയോ? പ്രേമി എന്ത് പറയുന്നു? ഞങ്ങളോ? ഇല്ല ചേച്ചി, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. നാളത്തെ കല്യാണത്തിന് വരണമെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് പുറപ്പെടണം. അപ്പൊ മോഹനേട്ടൻ ഇന്നത്തെ പകുതി ലീവും നാളത്തെ ലീവും പോവും. പിന്നെ അവിടെ വരെ വരുമ്പോ ധൃതി പിടിച്ച് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ശനിയാഴ്ചയോട് ലീവ് എടുത്ത് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷെ 2.5 ദിവസത്തെ ലീവ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലേ മോഹനേട്ടൻ എന്നെ കൊല്ലും. മോഹനേട്ടന്റെ സ്വഭാവം അറിയാലോ. ഇത്തരം പരിപാടികൾക്കൊക്കെ പോകുന്നതിൽ ഒരു താല്പര്യമില്ല. അതെ അതെ, സോറി. എന്തായാലും ഞാൻ രാത്രി വിളിക്കാം. എന്താണ് രാവിലെ തന്നെ ഭർത്താവിനെ പറ്റി പരദൂഷണം പറയുന്നത്? പറഞ്ഞതെല്ലാം സത്യമല്ലേ? എന്ത് സത്യം? നാട്ടിൽ നിന്ന് മാലതി ചേച്ചിയെ വിളിച്ചത്. നാളെയല്ലേ പ്രേമയുടെ കല്യാണം. നമ്മൾ ചെല്ലൂന്ന് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു അവര്. ചെല്ലാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ മാലതി ചേച്ചിക്ക് അത് ഭയങ്കര സങ്കടമായിപ്പോയി. അത്ര അടുപ്പത്തിൽ കഴിഞ്ഞവരല്ലേ. കല്യാണമല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നീ അവരോട് സംസാരിച്ച രീതി അതങ്ങോട്ട് ശരിയായില്ല. ശരിയായില്ലേ? എന്തു പറ്റി? അമേ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് അങ്ങോട്ട് ചെല്ലണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം. പക്ഷേ മോഹനേട്ടന്റെ സ്വഭാവം അറിയാമല്ലോ, ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യമില്ല എന്നായിരുന്നില്ല പറയേണ്ടിയിരുന്നത്. കല്യാണത്തിന് വരണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ മോഹനേട്ടൻ വലിയൊരു വില്ലേജ് ഓഫീസറായി പോയല്ലോ. അങ്ങനെ ലീവ് എടുക്കാനൊന്നും പറ്റില്ല. കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ തിരക്കുള്ള യോഗങ്ങളുണ്ടാവും. അതുകൊണ്ട് മോഹനേട്ടൻ ഇവിടെ നിന്ന് മാറി നിന്നാൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെയായിരുന്നു പറയേണ്ടിയിരുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെ ആരെങ്കിലും വിശ്വസിക്കാൻ പോകുമോനട്ടാ? നമ്മുടെ പ്രധാനമന്ത്രി മിക്കവാറും നാട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നല്ലേ ഒരു വില്ലേജ് ഓഫീസർ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആകാശം കുടിഞ്ഞു വീഴാൻ പോകുന്നത്. ആളുകൾക്കൊക്കെ ഒരു വില്ലേജ് ഓഫീസർ എന്താണെന്നും ആരാണെന്നൊക്കെ ശരിക്കും അറിയാം. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കളിയാക്കും. കല്യാണത്തിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള യോഗം എനിക്കില്ല. ലീവ് എടുത്താൽ ഭൂമി കുലുക്കം ഉണ്ടാവും എന്ന് കരുതുന്ന മോഹനേട്ടനോടൊപ്പം ജീവിക്കുമ്പോ എനിക്കതൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിനാണോ വിളിക്കുന്ന ആളുകളുടെ കല്യാണത്തിൽ പോകുകയാണെങ്കിൽ മോഹനേട്ടൻ സാർ അതിനുള്ള നേരം കാണൂ. ഹാമേ, ലീവ് എടുത്താൽ ഭൂമി കുലുക്കം ഉണ്ടാകും എന്ന് പേടിച്ചല്ല കെ മോഹനേട്ടൻ ലീവ് എടുക്കാത്തത്. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ലീവ് എന്നത് ഒരു അവകാശമല്ല, സർക്കാർ തരുന്ന ഒരു ഔദാര്യമാണ് എന്ന്. അങ്ങനെയുള്ളപ്പോൾ വളരെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ലീവ് എടുക്കാൻ പാടുള്ളൂ. ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുന്ന ഒരു അത്യാവശ്യമല്ലേ മോനട്ടാ? ഒരിക്കലുമല്ല. മാലതി ചേച്ചിയും നീയും അല്ലെങ്കിൽ തന്നെ അടുത്ത ബന്ധുക്കളൊന്നും അല്ലല്ലോ. അകന്ന ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോകാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലീവ് എടുക്കുക എന്ന് പറയുന്നത് അന്യായമാണ്. ബന്ധത്തിലെ അടുപ്പോ അകൽച്ച അല്ലല്ലോ മോഹനട്ടാ പ്രശ്നം. അവരുമായിട്ട് അത്ര സ്നേഹത്തിൽ നമ്മൾ കഴിഞ്ഞതല്ലേ. കല്യാണത്തിൽ തീരുമാനിച്ചപ്പോ തന്നെ പ്രേം എന്നെ വിളിച്ചു പറഞ്ഞതാ തീർച്ചയായിട്ടും കല്യാണത്തിന് വരണമെന്ന്. ആ കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്കുള്ള ബസ്സിൽ നമ്മൾ പോകേണ്ടി വരും. രാത്രി 9 മണിക്ക് മാത്രമേ നമ്മൾ അവിടെ എത്തൂ. നാളെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോന്നാലും ഇവിടെ വരുമ്പോ പിന്നെയും രാത്രി 1.5 ദിവസത്തെ ലീവ് പോകും. യാത്രാക്ഷീണം വേറെയും. ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ മോഹനേട്ടാ. പ്രയോജനം എന്ന് പറയുമ്പോ മോഹനേട്ടന് നിഘണ്ടുവിലുള്ളത് സാമ്പത്തികമായിട്ടുള്ള പ്രയോജനം മാത്രമായിരിക്കുമല്ലോ. 1.5 ദിവസത്തെ ലീവ് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം വരുന്ന പൈസ, കല്യാണത്തിന് പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബസ് കൂലി, വഴിക്ക് എവിടെയെങ്കിലും വെച്ച് ഒരു നാരങ്ങ വെള്ളമോ ചായയോ കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ. അത്രയും ചെലവല്ലേ മോഹനട്ടാ? ആകെയുള്ളൊരു ലാഭം ഒരു സദ്യ ഉണ്ടാലോ എന്ന് മാത്ര. മോഹനേട്ടൻ കണക്ക് കൂട്ടുമ്പോ സംഗതി ആകെ മൊത്തം നഷ്ടക്കച്ചവടമാണ്. ഇതൊന്നുമല്ല കാര്യം. ഇത്തരം നിസാര കാര്യങ്ങളുടെ പേരിൽ ലീവ് എടുത്താൽ നാളെ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ഭാമേ, ലീവ് വളരെ ആലോചിച്ച് അത്യാവശ്യത്തിന് മാത്രം എടുക്കേണ്ട ഒന്നാണ്. ഓ ആയിക്കോട്ടെ, ഞാൻ അതിലൊരു തർക്കം മോഹനോട് പറഞ്ഞില്ലല്ലോ. അല്ലേലും മാലതി ചേച്ചി കല്യാണം വിളിച്ചപ്പോഴേ പറഞ്ഞതാ, നമ്മുടെ വരവ് കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. എന്തേലുമൊക്കെ കാര്യം പറഞ്ഞ് മോഹനോട് കൊടുക്കണമെന്നുള്ള കാര്യം എനിക്കും അറിയാലോ. ഉത്തമന, എന്താ കാര്യം എന്ന് ചോദിച്ചേ? ഉത്തമൻ വിളിച്ചത് വൈക്കോലെ എന്നാണ്. നിന്നോട് സംസാരിക്കാൻ വന്ന ഉത്തമനോട് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. നമസ്കാരം ഡോക്കിലെ. പിന്നെ ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ആ തെക്കുമലയിലെ ഏലിയാസിനെ വക്കീലിനെ അറിയാലോ? തെക്കുമലയിലെ ഏലിയാസ് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ടൗണിലൊരു വർക്ക്ഷോപ്പ് ഉണ്ടവന്. ആ സുലൈമാനിക്കയിലെ ഹോട്ടലിലെ തൊട്ടിപ്പുറത്ത്. ഓ ആ, എനിക്ക് ആളെ മനസ്സിലായി. ഒരു ഇത്തിരി തടിച്ചിട്ട് ഒരാളല്ലേ? ആ, അയാളെ വർഷോപ്പിന് പിന്നെ കാണാറുണ്ട്. അത് എന്നെ ആള്. നമസ്കാരമുണ്ട് സാർ. ഈ പറഞ്ഞ ഏലിയാസിന് 3-4 ടിപ്പർ ലോറിയും JCB ഒക്കെ ഉണ്ട്. അതെല്ലാം അവൻ ലോൺ എടുത്ത് വാങ്ങിച്ചതാണ്. അത്യാവശ്യം പണിയൊക്കെ കിട്ടിയത് കൊണ്ട് വലിയ തട്ടുകെട്ടില്ലാതെ അങ്ങ് പോവുകയാണ്. ഇന്നലെ രാത്രി അവന്റെ 2 ലോറിയും JCBയും പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിന്? ഓ, അതൊരു വലിയ കഥയാണ് വക്കീലെ. RDO ഓഫീസിലെ സൂപ്രണ്ട് പ്രഭാര സാറ് മഞ്ചാടി കുന്നിന് താഴെ കുറച്ച് ഭൂമി വാങ്ങിച്ചു. ഈ പ്രഭാര സാറിന് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ വാങ്ങിയ 35 സെന്റ് ഭൂമിയിൽ നിന്നും കുറച്ച് മണ്ണെടുക്കാൻ പ്രഭാര സാർ ആലോചിച്ചു. മോരേ സാറിന് അറിയായിരിക്കും ആ സ്ഥലം. നമ്മുടെ വിലയിലല്ല, തലക്കുളം വിലയില. എനിക്കറിയില്ല സാറേ, സാറിന് അറിയാന്നേ. മഞ്ചാടി കുന്നിലെ കിഴക്കേ ചെരുവില് പടിഞ്ഞാറ് ഭാഗമാണല്ലോ നമ്മുടെ ഈ വില്ലേജ്. ഉത്തമൻ, എന്നെ കാണാമെന്ന കാര്യം പറ. ഞാൻ പറഞ്ഞു വന്നതേ വക്കീലെ, വാങ്ങിയ സ്ഥലത്തു നിന്ന് മണ്ണെടുത്ത് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പാടം നികത്തിയ ഭൂമിയിൽ കുറച്ചുകൂടെ മണ്ണിട്ട് പൊക്കാനായിരുന്നു പരിപാടി. പ്രഭാര സാർ RDO ഓഫീസിലെ സൂപ്രണ്ടല്ലേ, ആരെ പേടിക്കായി. അങ്ങനെ നമ്മുടെ ഏലിയാസിനെ വിളിച്ചു. ടിപ്പറും JCBയും വേണമെന്നും പറഞ്ഞു. ഏലിയാസിന് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇപ്പൊ പാടം നികത്താനും മണ്ണെടുക്കാനും സമ്മതിക്കൂലല്ലോ. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് കരുതി. അപ്പൊ ഈ വില്ലേജിലാണെന്നുണ്ടെങ്കിൽ മോഹൻ സാർ സമ്മതിക്കൂലല്ലോ. അങ്ങനെ മലയിടിച്ചും പാടം നികത്തിയുമാണ് നമ്മുടെ നാട് ഈ പരുവമായത്. എന്റെ വില്ലേജ് ആണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇതിപ്പോ തലക്കുളം വില്ലേജല്ലേ, അവിടെ ഇതിനപ്പുറം സംഭവിക്കും. ഉത്തം ബാക്കി പറ. രാത്രി മണ്ണെടുക്കാനായിരുന്നു പരിപാടി. 10 മണി കഴിഞ്ഞാൽ ആ മഞ്ചാടി കുന്നിന്റെ ഭാഗത്തേക്ക് ആരും ചെല്ലൂലല്ലോ. അങ്ങനെ 12 മണിയായപ്പോ ജോലി തുടങ്ങി. ദാ വരുന്നു പോലീസ്. പോലീസുകാർ വന്ന പാടെ ജോലിക്കാർ ഓടി രക്ഷപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഏലിയാസിന്റെ 2 ലോറിയും ഒരു JCBയും പോലീസ് പിടിച്ചോണ്ടുപോയി. അപ്പൊ അത് സംഭവിച്ചു. എന്റെ ഏലിയാസ്, നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? മണ്ണെടുക്കരുതെന്നും വയല് നികത്തരുതെന്നൊക്കെ നിയമമുണ്ട് എന്ന് വിചാരിച്ച് മണ്ണെടുക്കാതിരിക്കാൻ പറ്റൂ? അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാരെല്ലാം എന്ത് ചെയ്യും? നിന്റെ JCBയും ടിപ്പറും ഒക്കെ എന്ത് ചെയ്യും? അതൊക്കെ ശരിയാ ശിശുവാറ സാറേ, പക്ഷെ കേസായാലോ? എങ്ങനെ കേസാവാനാ? RDO ഓഫീസിലെ പ്രഭാകര സാറിന്റെ സ്ഥലത്തുനിന്ന് മണ്ണെടുത്താ ആര് ചോദിക്കാനാ? എന്തായാലും RDO പ്രഭാകര സാറിന്റെ കൂടെ അല്ലേ നിൽക്കും. പിന്നെ മണ്ണെടുത്താൽ തന്നെ കേസായ നിനക്കെന്താ? നീ നിന്റെ JCBയുടെയും ടിപ്പറിന്റെയും വാടക വാങ്ങി ഇന്ന് രാത്രി തന്നെ നീ സാധനം തൂക്കിക്കൊണ്ട് പോവില്ലേ? പിന്നെ ഏലിയാസേ, മഞ്ചാടിക്കുന്നിന്റെ പടിഞ്ഞാറ് ഭാഗം ഈ വില്ലേജിലാ. പക്ഷേ നിങ്ങൾ മണ്ണെടുക്കാൻ പോകുന്നതിന്റെ കിഴക്ക് ഭാഗം തലക്കുളം വില്ലേജിലാ. അവിടുത്തെ വില്ലേജ് ഓഫീസറെ മോഹനേഷ സാറിനെ പോലെയൊന്നും അല്ല. കാശ് കിട്ടിയാൽ എന്തും ചെയ്യും. പ്രഭാകര സാറ് പുള്ളിക്കാരനോട് സംസാരിച്ചിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞ വില്ലേജ് ഓഫീസറും നിങ്ങൾക്ക് കൂട്ടുണ്ടാകും. അപ്പൊ പിന്നെ എന്ത് പേടിക്കാനാ? അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്ന്. പിന്നെ രാത്രി 12 മണി കഴിഞ്ഞ് ആ ഭാഗത്ത് ഒരൊറ്റ മനുഷ്യരുണ്ടാവില്ല. അടുത്തെങ്ങും വീടില്ലാത്തത് കൊണ്ട് JCBയുടെ ശബ്ദം ആരും കേൾക്കില്ല. നേരം വെളുക്കുമ്പോഴേക്കും നിനക്ക് നിന്റെ ജോലി തീർത്തങ്ങ് പോവാം. നല്ല പൈസയും കിട്ടില്ലേ? പൈസയൊക്കെ കിട്ടും. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി തന്നെ ആ ജോലി അങ്ങ് തീർത്തു കൊടുക്കുക.
ലംഘിക്കാൻ RDO ഓഫീസിലെ സൂപ്രണ്ടിനെ നോക്കാന്ന് വെച്ചാ അതിന് കൂട്ടൊരു വില്ലേജ് ഓഫീസർ. ഈ വില്ലേജിൽ എങ്ങനെ ആയിരുന്നു കാണാമായിരുന്നു. ഏലിയാസിന്റെ JCB ടിപ്പർ അകത്ത് കിടന്നേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് SI വിക്രം സാറാണോ? സാർ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ച. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് മഞ്ചാടിക്കുന്നിലെ കിഴക്ക് ഭാഗത്തുള്ള 35 സെന്റ് ഇടിച്ച് നിരത്തി മണ്ണെടുക്കാൻ പോവുകയാണ്. ഒരു JCBയും കുറെ ടിപ്പറുകൾ ഉണ്ടാവും. നേരം വെളുക്കുന്നതിന് മുമ്പ് ജോലി തീർക്കാനാണ് അവരുടെ പരിപാടി. ഞാൻ ആരാണെന്നോ? ഞാൻ ഒരു വഴിപോക്കനാ. സാറിന് വേണമെങ്കിൽ ഇന്ന് രാത്രി അവിടെ ചെല്ലുക. അവരെ പിടിച്ചാൽ സാർ ഒരു ഭയങ്കര സംഭവമാണ് നാട്ടുകാർ മുഴുവൻ പറയും. എന്റെ പേരോ? എന്റെ പേര് കേരളത്തിലുള്ള ഒരാൾ. അത്ര അറിഞ്ഞാ മതി. പോലീസുകാർ വിശ്വസിക്കുമോ ഒരു സംശയം ഉണ്ടായിരുന്നു. SI വിക്രമൻ സാർ ആളൊരു കേമൻ തന്നെ. പോലീസുകാരായാൽ ഇങ്ങനെ വേണം. ഇതിപ്പോ കേട്ടിടത്തോളം പ്രശ്നമാണ് ഉത്തമ. മണ്ണെടുക്കാൻ അനുവാദമില്ലാതെ ഈ JCBയും ടിപ്പറും ഒക്കെ പോയിട്ട് മണ്ണെടുക്കാന്ന് വെച്ചാ അത് രാത്രി സംഗതി എന്തായാലും പ്രശ്നമാണ്. അയ്യോ, അങ്ങനെ പറയല്ലേ വക്കീലെ. ഈ ലോറിയും JCBയും പുറത്തിറക്കിയേ പറ്റൂ. ആ SI ആണെങ്കിൽ ഭയങ്കര ചൂടായി. അയാളോട് പറയാവുന്നത്ര പറഞ്ഞു നോക്കിയിട്ട് ഒരു രക്ഷയില്ല. വക്കീൽ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഇതിലിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും CA പുരുഷോത്തം സാറൊന്ന് വിളിച്ചു നോക്കട്ടെ. ലോൺ എടുത്ത് വാങ്ങിയ ടിപ്പറും JCBയാണ്. മാസം ലോൺ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടണ്ടേ? പോലീസ് സ്റ്റേഷനിൽ കിടന്നു കഴിഞ്ഞാൽ വണ്ടി തുരുമ്പെടുത്ത് കേടായി പോവുകയും ചെയ്യും, ലോൺ മുടങ്ങുകയും ചെയ്യും. ഇതൊക്കെ ഓരോ മാതിരി വൃത്തികേടുകൾ ചെയ്യുമ്പോ ഓർക്കണായിരുന്നു. നിയമം വിട്ടൊരു കാര്യം ചെയ്യാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. എന്തായാലും ഏലിയാസിനോട് എന്നെ ഒന്ന് കാണാൻ പറ. ഞാൻ 10 മണി തൊട്ട് വക്കീൽ ഓഫീസിലുണ്ടാവും. ശരി. ഇപ്പോ ഉത്തമന് മനസ്സിലായോ? RDO ഓഫീസിലെ സൂപ്രണ്ടാണെന്ന് കരുതി എന്ത് വൃത്തിയോടും കാണിക്കാമെന്ന് പ്രഭാകരൻ സാർ കരുതണ്ടായെന്ന്. പ്രഭാകരൻ സാർ തന്നെ മുൻകൈയെടുത്ത് പല വില്ലേജുകളിലും ഇങ്ങനെ ചെയ്ത കാര്യം എനിക്കറിയാം. ഒരിക്കലും ആവശ്യം എന്നെ വിളിച്ച ഞാൻ പറഞ്ഞു എന്റെ വില്ലേജ് ഈ കളി നടക്കില്ല എന്ന്. സാറങ്ങനെ പറയുമല്ലോ. അതുകൊണ്ടാണല്ലോ സാറിന്റെ വില്ലേജിൽ വരാതെ അവര് തലക്കുളത്ത് ഈ പണി ഒപ്പിച്ചത്. എന്നാലും സംഗതി ചോർന്നല്ലോ സാറേ. ആരോ പോലീസിനെ ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്തെന്നാണ് പറഞ്ഞത്. ആര്? അല്ലത് കൊള്ളാം. ആരാണെന്ന് അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഏലിയാസ് അവനെ വച്ചയ്ക്കുമായിരുന്ന. 2 ടിപ്പറും JCBയും പോയ നിലയ്ക്ക് ഏലിയാസ് അവനെ കുത്തി മലത്തിയനെ. എന്ത്? ഈ ചെയ്യിച്ചത് ആരാണെന്നേ ഏലിയാസ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച്. ആരാണെന്ന് അറിഞ്ഞൂടാന്നാണ് പോലീസുകാർ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വിളിച്ച് പറഞ്ഞു കൊടുത്ത ആളിനെ SIക്ക് അറിയാമെന്നാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഫോൺ വിളി വന്നപ്പോ തന്നെ ഏലിയാസിനെ പൊക്കാൻ പോലീസുകാർ തീരുമാനിച്ചത്. വിളിച്ചു പറഞ്ഞവനെ SI വിക്രമ സാറിന് അറിയാമായിരിക്കും. ഒരിക്കലുമില്ല. അങ്ങനെ പോലീസിന് വിവരം കൊടുക്കുന്നവർ സ്വന്തം പേരും അഡ്രസ്സൊക്കെ അങ്ങ് പറയാൻ പോവല്ലേ? സൂപ്രണ്ട് പ്രഭാകരൻ സാറൊക്കെ വലിയ ആളുകളല്ലേ. വിളിച്ചു പറഞ്ഞവനെ കിട്ടിയാൽ വെറുതെ വിടുവര്. സാറേ, സൂപ്രണ്ട് പ്രഭാകരൻ സാറൊന്നും അല്ല ഇവിടത്തെ യഥാർത്ഥ പ്രശ്നം. ഏലിയാസ് ആണ്. അവനാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. വിളിച്ചു പറഞ്ഞവനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ കുത്തിന് തീർക്കുമെന്നാണ് അവൻ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞത്. ആരാണ് വിളിച്ചതെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. വിളിച്ചവനെ കിട്ടാതിരുന്ന ഭാഗ്യം. കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചവൻ ചത്തും പോവും, ഏലിയാസ് ജയിലിലും പോവും. 2 ടിപ്പർ JCB അല്ലേ സാറേ? കഷ്ടം. പക്ഷെ ഏലിയാസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ്. ഏലിയാസ് എങ്ങനെയെങ്കിലും അറിയോ? അറിഞ്ഞാൽ പിന്നെ കെ മോഹനകൃഷ്ണൻ ജീവനോടുണ്ടാവൂലായിരിക്കും. ഈ ഉത്തമനൊക്കെ ആദ്യം മര്യാദ പഠിപ്പിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ തെറ്റ് ചെയ്യുന്നവരുടെ പക്ഷം പിടിക്കുന്നത് എവിടത്തെ മര്യാദ? എന്താണ്? മണ്ണെടുക്കുന്ന കാര്യം പോലീസിനെ വിളിച്ച് പറഞ്ഞ ആളെ കൊല്ലുമെന്നും പറഞ്ഞ് ഏലിയാസ് നടക്കുന്നു. അയാള് വിളിച്ചു പറഞ്ഞ സത്യത്തിൽ നന്നായില്ലേ? ഇല്ലെങ്കിൽ ആ മല മുഴുവൻ ഇടിച്ച് നേരത്തേനെ. എന്നിട്ടിപ്പോ പറയാ പോലീസ് വിളിച്ചു പറഞ്ഞതിനെ കിട്ടിയ ഏലിയാസ് കൊല്ലുമെന്ന്. അതോടെ അതൊക്കെ ഏലിയാസ് വെറുതെ പറയുന്നല്ലേ. ടിപ്പറും JCB ഒക്കെ പോലീസ് പിടിച്ചതിന്റെ സങ്കടത്തിൽ ഏലിയാസ് അങ്ങ് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ. ആയിരിക്കും അല്ലേ?
പിന്നല്ലാതെ നമുക്ക് ദേഷ്യം വരികയും നമ്മളെ പറ്റിച്ചവരെ കൈ കിട്ടാതെയൊക്കെ വരുമ്പോ ആരായാലും അങ്ങനെയൊക്കെ പറയില്ലേ? അതത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഫോൺ വിളിച്ചാളെ ഏലിയസ് എങ്ങനെ അറിയാനാ? ഇനിയിപ്പോ എങ്ങനെയും ഏലിയാസ് അറിഞ്ഞിട്ടുണ്ടെങ്കില് ചിലപ്പോ ഉത്തമം പറഞ്ഞ പോലെ നടന്നിരിക്കും. ഏലിയാസ് അല്ലേ ആള്, അയാളെ കണ്ടാ തന്നെ അറിയാം ഒരു ഗുണ്ടയാണ്. ഏലിയസ് അറിയില്ല. എങ്ങനെ അറിയാനാ? നമസ്കാരം സാർ. സുഖമല്ലേ സാർ? അസുഖമൊന്നുമില്ല. രാജീവനെ ഈ ഭാഗത്തൊന്നും കാണാനില്ലല്ലോ. ഇത്തവണത്തെ കരം തീർത്തിട്ടുമില്ല. രാജീവന്റെ ഭാര്യയെ കണ്ടപ്പോൾ 2 പ്രാവശ്യം ഞാനത് ഓർമ്മിപ്പിച്ചതുമാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു സാർ. ഇന്ന് കരം തീർത്തോളാം. ഉച്ച കഴിഞ്ഞ് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരാം. അങ്ങനെ വന്നാൽ രാജീവിന് കൊള്ളാം. ഓ, സർക്കാരിന് കൊടുക്കാനുള്ള കരം കുടിശ്ശിക വയ്ക്കുന്നത് അന്തസ്സുള്ള ആൾക്കാർ ചെയ്യാത്ത കാര്യമാണ്. സാർ, കഴിഞ്ഞ 2-3 മാസമായി എന്നും പണിയുണ്ടായിരുന്നു സാർ. JCB ഓടിക്കുന്നതിന്റെ പ്രയാസം സാറിന് അറിയാലോ. ഇന്ന നേരമൊന്നൊന്നുമില്ല. രാത്രിയും പകലും ജോലിയാ. എന്നിട്ടെന്താ ഇന്ന് ജോലിയില്ലായിരുന്നു? അതൊരു വലിയ കഥയാ സാർ. ഏലിയാസ് ഏട്ടന്റെ JCB ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. അത് ഇന്നലെ രാത്രി പോലീസ് കൊണ്ടുപോയി. മഞ്ചാടി കുന്നിന്റെ കിഴക്കേ ചെരുവിൽ മണ്ണെടുക്കാൻ ചെന്നത് ഇന്നലെ രാത്രി. പണി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ വളഞ്ഞളഞ്ഞു. സാർ, ഞാൻ വണ്ടി നിറങ്ങി ഓടിയതുകൊണ്ട് എന്നെ അവർക്ക് പിടികിട്ടിയില്ല. ഇനിയിപ്പം വണ്ടി പുറത്തിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. സാർ, കര ഇന്ന് എന്നെ കൊണ്ടുവന്ന് അടച്ചോളാം. ശരി സാർ. ശരി. രാജീവ, എന്താ സാർ? ഈ ഏലിയസ് ആളെങ്ങനെയാ? എങ്ങനെയെന്ന് ചോദിച്ചാ പുള്ളിക്കാരന്റെ സ്വഭാവം വെട്ടൊന്നും മുറി രണ്ടെന്നാ പ്രമാണം. ഇന്ന് രാവിലെ ഞാൻ ഏലിയാസേട്ടനെ കാണാൻ വീട്ടിലേക്ക് ചെന്നപ്പോ ആകെ ദേഷ്യത്തിലായിരുന്നു. മണ്ണെടുക്കുന്ന കാര്യം പോലീസിൽ വിളിച്ചു പറഞ്ഞവനെ കിട്ടിയാൽ അവന്റെ അന്ത്യമാണെന്നാ പറഞ്ഞത്. ആള് ഏലിയാസേട്ടനല്ലേ, പറഞ്ഞാൽ അത് ചെയ്യൂന്നുള്ള കാര്യം ഉറപ്പാ. അല്ല, സാറെന്താ ചോദിച്ചത്? വെറുതെ ചോദിച്ചതാ, ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. ശരി സാർ. സാർ, കരഞ്ഞാൻ അടച്ചോളാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ശരി സാർ. ഈശ്വര, പെട്ടെന്ന് മുറി 2. ഇന്നലെ രാത്രിയിലാ സംഭവം. ഒരാളും അറിയാതെ മണ്ണെടുത്ത് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പാടത്തിടാനായിരുന്നു പരിപാടി. പക്ഷേ പോലീസ് സംഭവം അറിഞ്ഞു കൃത്യമായിട്ട് സ്ഥലത്തെത്തി. ഇനിയിപ്പൊ നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്യും, പത്രത്തിൽ വാർത്ത വരികയും ചെയ്യും. RD ഓഫീസിലെ സൂപ്രണ്ട് നിയമം തെറ്റിച്ച് മണ്ണെടുക്കാന്ന് വെച്ചാൽ എന്തായിരിക്കും കഥ? പ്രഭാര സാറ് ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. RD ഓഫീസിലെ ജോലിയെക്കാളും പ്രഭാര സാറിന് താല്പര്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. നല്ല ലാഭമല്ലേ കിട്ടുന്നത്. പിന്നെ സാറിന് RD ഓഫീസിൽ ജോലി ഉള്ളതുകൊണ്ട് അവിടെ ഉള്ളവരുടെ സഹായവും കിട്ടും. കഴിഞ്ഞ കൊല്ലം സാറ് നിസാര വിലയ്ക്ക് വാങ്ങിയ ചതുപ്പ് ഭൂമി മണ്ണിട്ട് നികത്തി അത് കരഭൂമി ആക്കണമെന്ന് പറഞ്ഞ് കളക്ടർക്ക് പരാതി കൊടുത്തില്ലേ? കളക്ടർ RDയോട് റിപ്പോർട്ട് ചെയ്തു. RD കൊടുത്തു. അങ്ങനെ ചതുപ്പ് നിലം കരഭൂമിയാണെന്ന് BTRൽ എഴുതുകയും ചെയ്തു. ഇതെന്താ ശിശുപാലൻ ചേട്ടാ താമസിച്ചത്? ഒന്നും പറയണ്ട എന്റെ പ്രൊഫസറെ. പ്രഭാര സാറിന്റെ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത ടിപ്പറും JCB പോലീസുകാരെ കൊണ്ടുപോയ കാര്യം സാർ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞങ്ങൾ അക്കാര്യം തന്നെ സംസാരിച്ചോണ്ടിരുന്നു. ഞാനാ പ്രൊഫസറെ കുടുക്കിലായത്. മണ്ണെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ പ്രഭാര സാർ എന്നെ ഏൽപ്പിച്ചത്. RD ഓഫീസിൽ സൂപ്രണ്ട് പറയുമ്പോ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ. ഞാൻ നമ്മുടെ ഏലിയാസിനെ വിളിച്ച് ജോലി ഏൽപ്പിച്ചു. അവൻ ആദ്യം എതിര് പറഞ്ഞതാ. പക്ഷേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചു. അവൻ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ മണ്ണെടുക്കാനും പറ്റില്ല, ടിപ്പറും JCBയും പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് രാവിലെ അവൻ എന്റെ വീട്ടിൽ വന്ന് ഇനി പറയാൻ ചീത്തയൊന്നുമില്ല. ഞാൻ കാരണം ആ പ്രശ്നം ഉണ്ടായെന്ന് അവൻ പറയുന്നത്. ഞാനെന്ത് ചെയ്യാനാ? എന്നാലും പോലീസുകാരെ സമ്മതിക്കണം. പാതിരാത്രി മഞ്ചാടിക്കുന്നിന്റെ ഭാഗത്ത് മണ്ണെടുക്കുന്നതൊക്കെ അവരെങ്ങനെ കണ്ടുപിടിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്.
ആരോ പോലീസിനെ വിളിച്ച് പറഞ്ഞതാ കാഞ്ചന സാറേ. ഇന്നലെ രാത്രി തന്നെ മണ്ണെടുക്കുമെന്ന് പകല് തന്നെ ആരോ പോലീസിനെ വിളിച്ച് പറഞ്ഞതാ. ആണോ? അതുകൊണ്ട് അവര് രാത്രിയിൽ മഞ്ചാടിക്കുന്നതിന്റെ ഭാഗത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. വിളിച്ചു പറഞ്ഞത് ആരായിരിക്കും? അതാ ഞാനും ആലോചിക്കുന്നത്. പ്രഭാകർ സാറിന് എനിക്കും ഏലിയാസിനും അല്ലാതെ പിന്നെ വണ്ടിയിലെ ഡ്രൈവർമാർക്കും അല്ലാതെ വേറെ ആർക്കും ഈ സംഭവം അറിയില്ലായിരുന്നു. പിന്നെ ആരാ പോലീസിനെ വിളിച്ച് പറഞ്ഞത്? പിന്നെ വിളിച്ചു പറഞ്ഞവൻ ആരായാലും ശരി അവന്റെ കാല് തല്ലി ഓടിക്കുമെന്നാ ഏലിയാസ് രാവിലെ എന്നോട് പറഞ്ഞത്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അവനത് ചെയ്തു പോവും. പക്ഷെ ഇത് വിളിച്ചു പറഞ്ഞാളെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ഇക്കാലത്ത് അതിനാണോ കാഞ്ചന സാറെ വഴിയില്ലാത്ത? പ്രഭാകര സാറിന് നല്ല സ്വാധീനമുള്ള ആളല്ലേ, എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? എങ്ങനെയും കണ്ടുപിടിക്കൂ. ആ. അല്ല സാർ, ഞങ്ങള് വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആർഡിഒ പ്രഭാകര സാറിന്റെ അവിടുന്ന് മണ്ണെടുക്കാൻ കൊണ്ടുവന്ന ടിപ്പറും JCBയും പോലീസ് കൊണ്ടുപോയി സാറേ. ആ, നിയമലംഘിച്ചാൽ നടപടി എടുക്കാനാണല്ലോ പോലീസ്. മണ്ണെടുക്കാൻ പാടില്ല എന്ന് നാട്ടിൽ നിയമമുള്ളപ്പോ മണ്ണെടുക്കരുത്. മണ്ണെടുത്തില്ല സാർ, എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് പോലീസ് ചാടി വീണില്ലേ? ആ, അങ്ങനെയാണല്ല പോലീസ്. അവർ ഇന്നലെ ചെയ്തത് ഒരു വലിയ ജനനന്മയാണ്. കുന്നുകൾ നിരത്തുന്നവർക്കും പാടം നികത്തുന്നവർക്കും അവർക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇതൊരു പാഠമായിരിക്കണം. കാഞ്ചന സാറേ, മണി 1 പോകുന്നു. ഊണ് കഴിക്കണ്ടേ? 1 മണി ആവട്ടെ ശിശുപാലൻ ചേട്ടാ. ഇനി നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞ് മോനേഷ് സാറിന്റെ വഴക്കേക്കാൻ നിൽക്കണ്ട. ഹാപ്പീസി വന്ന ആകെയുള്ളൊരു സന്തോഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതാ. ഇനി അതിന്റെ പേരിലും വഴക്ക് വേണ്ടല്ലോ. അത് വാസ്തവം. 1 മണിക്ക് 1 മിനിറ്റിന് മുമ്പേ ഊണ് കഴിച്ചാൽ സാർ ചോദിക്കും, നിങ്ങളൊക്കെ ഊണ് കഴിക്കാനാണോ ഇങ്ങോട്ട് വരുന്നേ? അത് ശരിയാ. എന്തിനാ വെറുതെ ചീത്ത അയക്കുന്നത്? 10 മിനിറ്റ് കഴിയട്ടെ. ഏലിയാസ് ആണല്ലോ കാഞ്ചന സാറേ. എന്റെ ദൈവമേ, ഇനി അവന്റെ വായിരിക്കുന്ന ചീത്തയും കേൾക്കണമല്ലോ. ഹലോ, എന്താ ഏലിയാസേ? മോനേഷ് സാറോ? ഞാൻ ഇവിടെ ഇല്ല. സാർ ഇവിടെ ഉണ്ട്. എന്താ കാര്യം? ഇവിടുത്തെ ഫോൺ നമ്പരോ? 226 1510. അതെ അതെ. അതെന്ത് ചോദ്യാ? ആ ഫോണേ മോഹനേഷ് സാറിന്റെ മേശപ്പുറത്താണല്ലോ. മൊബൈൽ ഫോൺ ഇല്ലാത്തോണ്ടേ സാർ ആ ഫോണില്ല എല്ലായിടത്തേക്കും വിളിക്കുന്നത്. ഈശ്വര, വിളിച്ച നമ്പർ കണ്ടുപിടിച്ചു. ഇനി അപകടം. അപ്പൊ നമ്പർ കണ്ടുപിടിച്ചു. ടെലിഫോൺകാരൻ പറഞ്ഞു കൊടുത്തതാ. ഇനി ഇവിടെ ഇരിക്കുന്ന അപകടമാണ്. തൽക്കാലം സ്ഥലം വിടുന്ന ബുദ്ധി. ഇതാരായിരിക്കും? ഹലോ, വില്ലേജ് ഓഫീസല്ലേ? അതാരാ? മോനേഷ് സാറാണോ? ഇതാരാ? എന്റെ പേര് ഏലിയാസ് എന്നാ. ഏലിയാസ്? ഇത് വില്ലേജ് ഓഫീസല്ല. പിന്നെ പിന്നെന്താ ധരിക്കണ്ട? താൻ പിടിച്ച വില്ലേജ് ഓഫീസിലേക്കല്ല. ഇനി എവിടെ ഇരിക്കട്ടെ. ഏലിയാസ് ഏത് നിമിഷം ഇവിടെ എത്തും. അതിനുമുമ്പ് സ്ഥലം വിടണം. എങ്ങോട്ട് പോവും? കല്യാണത്തിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള യോഗം എനിക്കില്ല. ലീവ് എടുത്താൽ ഭൂമി കുലുക്കം ഉണ്ടാവും എന്ന് കരുതുന്ന മോഹനേട്ടനോടൊപ്പം ജീവിക്കുമ്പോ എനിക്കതൊന്നും പറഞ്ഞിട്ടില്ല.
പോകുന്നത് എങ്ങോട്ടാണ് ശിശുപാലൻ അറിഞ്ഞാൽ ഒറ്റ കൊടുക്കുമെന്ന് ഉറപ്പാ. ഈ പ്രശ്നമൊക്കെ തീർത്തിട്ട് ശിശുപാലനെയും വെച്ചിട്ടുണ്ട്. എന്നാലും ആ ഏലിയാസ് ആള് ഭയങ്കരം തന്നെ. നമ്മൾ വിചാരിച്ച ഇതുവല്ല നടക്കുമോ കാഞ്ഞന സാറേ? ഇത് ഏലിയാസിന്റെ മിടുക്കൊന്നുമല്ല, ഏ? പ്രഭാകരൻ സാറ് തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്. സാറിന് ഭയങ്കര സ്വാധീനമല്ലേ? ഈ SI വിക്രമൻ സാറ് ബലം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവര് വിചാരിച്ച എന്ത് നടക്കും. ആ ഏലിയാസ് എത്ര മണിക്ക് വരുമെന്നാ പറഞ്ഞത്? തിടുക്കമായല്ലേ? ഇപ്പൊ ഒരു അവനൊരു കാര്യം തീരുമാനിച്ച പിന്നെ പടപടാന്ന് കാര്യങ്ങൾ നടത്തും. അത്രയ്ക്ക് സൗകര്യങ്ങളല്ലേ അവന്റെ കയ്യിലുള്ളത്. സാർ എന്താ? സാറത് എങ്ങോട്ടാ? ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോവാ. ഇപ്പോഴോ? എന്തിനാ സാർ? ഞാൻ എപ്പോഴാ താലൂക്ക് ഓഫീസിൽ പോകുന്നത്, എപ്പോഴാ പോകണ്ടാത്തത് എന്നൊക്കെ തീരുമാനിക്കുന്നത് കെ മോഹനൻ സാറാ, ഞാൻ തന്നെയാ, ശിശുപാലനല്ല. അല്ല സാർ, ഞാൻ അറിയാനായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ശിശുപാലൻ ചോദിച്ചത് അതറിയാനല്ല എന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള സഹപ്രവർത്തകരുള്ള ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രശ്നം തീർന്നോട്ടെ, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. സാർ എന്തൊക്കെ ഈ പറയുന്നത്? തെളിച്ചു പറഞ്ഞു. ഞാൻ കള്ളന്മാരും തെമ്മാടികളുമായ ആളുകളുമായി കൂട്ടുകൂടി നിങ്ങളൊക്കെ വളരെയധികം വലിയൊരു കുഴിയിലാണ് വീഴാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ ആരും ഒന്നും എന്നോട് വിളിക്കണ്ട. സാറ് ഏലിയാസിന്റെ കാര്യമാണോ ഈ പറയുന്നത്? ഞാനിതൊന്നും അറിയില്ലെന്ന് ശിശുപാലൻ കരുതിയല്ലേ? ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്ന എന്നേക്കാൾ വലുത് നിങ്ങൾക്ക് ഏലിയാസ് ആണല്ലേ? സാറേ, ഇതിപ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രഭാകര സാറ് ഏലിയാസും കൂടെ നടത്തിയ പരിപാടികളാ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഇതുകൊണ്ടൊന്നും കെ മോഹനൻ സാറിനെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ഏലിയാസ് വരുമ്പോ ഞാൻ താലൂക്ക് ഓഫീസിൽ പോയെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്നെ അന്വേഷിച്ച് താലൂക്ക് ഓഫീസിലേക്ക് വരാനാണ് ഏലിയാസിന്റെ പരിപാടി എങ്കിൽ ഏലിയാസ് വിവരം അറിയും. ഞാനും SI വിക്രമൻ സാർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓഹാ, വിലയിരുത്ത കളി എന്താ നോക്കുന്നേ? വെച്ചിട്ടുണ്ടല്ലാത്തിന് ഞാൻ. അപ്പൊ നേരെ പോന്നല്ലേ? ഇന്നെ കണ്ട പ്രശ്നം എന്താ ചെയ്യുക? ഈ കാര്യങ്ങൾ കണ്ടാൽ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞെ, ഇനിയും താമസിച്ച ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ആ ശരി. മോഹനകൃഷ്ണ സാറല്ലേ അത്? എന്നെ കാണിച്ചു കൊടുത്തപ്പോ നിനക്ക് എന്ത് കിട്ടിയടാ ഫ്രെഡി? സാറിത് എന്താ അങ്ങോട്ട്? സാറേ, ഞാനല്ല. മോനോട്ട് സാറേ, ഒന്നും എനിക്ക് നിൽക്കാൻ കഴിയില്ല. സാറിന് ഇതെന്ത് പറ്റി? അങ്ങോട്ട് പോണതിനാ ഇങ്ങോട്ടല്ലേ പോകേണ്ടത്. സാറേ, ഇതെന്താ സാറേ ഓടുന്നത്? നല്ല വെയിലല്ലേ, വെയിൽ കൊള്ളാതിരിക്കാൻ ഓടുന്നതാ നല്ലത്. സാറേ, സാറിന്റെ കൊടയിരിക്കല്ലേ, പിന്നെന്താ? ഞാനേ സാറിനെ കാണാൻ വരാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അല്ല, ഈ കര അടയ്ക്കാൻ ഓഫീസിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ സാറേ? അത് നടക്കണ്ട. ഏലിയാസ് ചേട്ടനോട് ശമ്പളം ചോദിച്ചപ്പോ പറയാ കൈ കാശില്ല. സാറേ, ഈ അടുത്ത ആഴ്ച അടച്ചാ മതിയോ സാറേ? രാജീവിന്റെ ഇഷ്ടം പോലെ ചെയ്യും. സാറേ, എന്താ രാവിലത്തെ കാര്യം ഞാൻ ഏലിയാസ് ചേട്ടനോട് പറഞ്ഞായിരുന്നു. പറഞ്ഞല്ലേ? എന്ത് കാര്യം? സാറ് ഏലിയാസ് ചേട്ടനെ കുറിച്ച് ചോദിച്ചതൊക്കെ. അപ്പൊ ഏലിയാസ് ചേട്ടൻ തിരിച്ചു ചോദിക്കുക, മോഹനകൃഷ്ണൻ സാർ എന്തിനാ ഏലിയാസ് ചേട്ടനെ പറ്റി അന്വേഷിച്ചതെന്ന്, അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വെറുതെ ചോദിച്ചതാണെന്ന്. അപ്പോ രാജീവനാണല്ലേ എന്നെ കൊലക്ക് കൊടുത്തത്?
ഒച്ചിട്ടുണ്ട് ഞാൻ. മനുഷ്യനെ ഒരു തരത്തിലും ജീവിക്കാൻ ശ്രമിക്കില്ലല്ലേ? മോശങ്ങൾ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇത്രയും പടിയുള്ള വീട് വേണ്ടെന്ന്. ഇതെന്താ ഈ നേരത്ത്? മണി ഒന്നല്ലേ ആയുള്ളൂ. എന്താ പറ്റി? നമുക്ക് കല്യാണത്തിന് പോവാം. വാ. കല്യാണത്തിനോ? മാലജിയുടെ കല്യാണത്തിന് അല്ല റാമയുടെ കല്യാണത്തിന് പോണ്ടേ? ഇപ്പൊ ഇവിടെ ഇറങ്ങിയ 3 മണിക്കുള്ള ബസ് കിട്ടും. 3 മണിക്കുള്ള ബസ്സിന് പോയാൽ രാത്രി 9 മണിയാകുമ്പോൾ അവിടെ എത്തും. നാളെ കല്യാണം കഴിഞ്ഞ് നിന്റെ വീട്ടിലും പോയി ഞായറാഴ്ച രാത്രി തിരിച്ചു വന്നാൽ മതി. നീ വേണ്ട റെഡിയോ? കല്യാണത്തിന് പോകുന്നില്ലെന്നല്ലേ രാവിലെ പറഞ്ഞത്? അത് രാവിലെ. പിന്നെ എനിക്ക് തോന്നി കല്യാണത്തിന് പോകുന്നതാ നല്ലതെന്ന്. ഓഫീസിൽ ചെന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോ കല്യാണത്തിന് പോയില്ലെങ്കിലാണ് പ്രശ്നമാവുന്നത്. എന്താ പ്രശ്നം മോനോട്ടാ? അതിപ്പോ നമ്മള് കല്യാണം ചെന്നില്ലെങ്കിൽ ഭാരത ചേച്ചിക്ക് സങ്കടമാവുമല്ലോ. അപ്പൊ നിന്നോടവർക്ക് ദേഷ്യം തോന്നിയാലോ? അപ്പൊ അത് പ്രശ്നമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ പോയി റെഡിയാവും. ആളിങ് എത്ര മുമ്പ് റെഡിയാവണം? ഏതാള്? ആളല്ല, ബസ്. ബസ് 3 എത്തുമല്ലോ. അതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം. വേഗം തയ്യാറാവും. അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല മോനട്ടാ. പോകുന്നുണ്ടെങ്കിൽ രാവിലെ പറയണ്ടായിരുന്നു. കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്ന് മോഹനന്റെ തീർത്ത് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ആ കേസ് ഏറ്റത്. ഏത് കേസ്? അയ്യോ, ആ ഏലിയാസിന്റെ കേസ്. അത് കേസായില്ലല്ലോ. കേസ് ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ കേസ് ഉണ്ടാവാതിരിക്കാനാ ഞാൻ പോകാന്ന് പറയുന്നത്. മോഹനട്ടൻ എന്തൊക്കെ പ്രാന്തായി പറയുന്നത്? ഏലിയാസിന്റെ JCB ഡിപ്പറും പോലീസ് പിടിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനും പറയുന്നത്. രാവിലെ 10 മുതൽ 11 വരെ ആ സിയുടെ കാല് പിടിച്ചിട്ടാണ് പ്രശ്നം ഒരു തരത്തിൽ ഒത്തീർപ്പാക്കിയത്. ഏലിയാസിന്റേതല്ല കുഴപ്പം, പ്രഭാകർ സാറിന്റെയാണ്. മണ്ണെടുക്കാൻ പെർമിറ്റ് ഉണ്ട് എന്ന് കരുതിയാണ് ഏലിയാസ് പോയത് എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ സംഗതി ഒത്തുതീർപ്പാക്കി. 10,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. വണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യും. പ്രശ്നം തീർന്നതിന്റെ പേരിൽ ഏലിയാസ് എന്നോട് 1000 നന്ദി പറഞ്ഞു മോനട്ടാ. ആൾ ജാമ്യത്തിന് കരവടച്ച രസീത് വേണമല്ലോ. അതിന് ഞാൻ ഏലിയാസിനോട് വില്ലേജ് വരാൻ പറഞ്ഞിരുന്നു. മോഹനട്ടൻ എന്റെ ഭർത്താവാണ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ രസീത് തരുമെന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷത്തിലാണ് ഏലിയാസ് അങ്ങോട്ടേക്ക് പോകുന്നത്. മോഹനട്ടൻ ഏലിയാസിനെ കണ്ടില്ലേ? ഓടിക്കളഞ്ഞില്ലേ? എന്താ? ഞാൻ ഓടി ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഏലിയാസ് എന്നെയും ഞാൻ ഏലിയാസിനെ കണ്ടില്ലല്ലോ. നാളെ രാവിലെ ഏലിയാസിന്റെ കേസുണ്ട് കോടതിയിലെ. അതിനിടയില് ഇനി എങ്ങനെയാ മോഹനട്ട കല്യാണത്തിന് പോവാ? അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് പോകണ്ട. നന്നായി. പക്ഷെ മോഹനട്ടൻ രാവിലെ തന്നെ കല്യാണത്തിന് പോകാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഈ കേസ് ഏൽക്കൂലായിരുന്നു. ഏലിയാസിന്റെ കേസ് ഏറ്റെടുത്ത് നന്നായി. അതുകൊണ്ട് അതങ്ങ് തീർന്നല്ലോ. ഭാഗ്യായി. അയ്യോ, പണി ഒന്നും കഴിഞ്ഞു. എനിക്ക് ഓഫീസിൽ പോണം. എന്നാലും ഇവിടെ വരെ വന്നതല്ലേ, ഇനി നമുക്ക് ഒരുമിച്ച് ഊണ് കഴിച്ചിട്ട് പതുക്കെ അങ്ങ് പോയാ മതി. അതുപോലെ മതിയോ? പിന്നല്ലാതെ. നാടിനൊരു നന്മ വരട്ടെ എന്ന് കരുതി ചെയ്ത പ്രവൃത്തിയാണ് വില്ലേജ് ഓഫീസറുടെ ജീവന് തന്നെ ഭീഷണിയായത്. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയതിന്റെ ആശ്വാസത്തിൽ ഇന്നത്തേക്ക് വിടാം.